ഹരേ കൃഷ്ണ. ആഗതസ്യ ഗൃഹം ത്യാഗസ്തഥൈവ ശരണാർത്ഥിന യാജമാനസ്യ ച വധോ നൃശംസോ ഗർഹിതോ ബുധൈ കുര്യാന്ന നിന്ദിതം കർമ്മ ന നൃശംസം കഥഞ്ജന. വീട്ടിൽ വന്നിട്ടുള്ളവനെ ഉപേക്ഷിക്കുന്നതും ശരണാഗതരെ ത്യജിക്കുന്നതും പ്രാണയാചന നടത്തുന്നവരെ കൊല്ലുന്നതും സജ്ജന നിന്ദിതമായ ക്രൂരപ്രവൃത്തിയാണ്. നിന്ദ്യകർമ്മവും ക്രൂരപ്രവൃത്തിയും ഒരിക്കലും ചെയ്യുവാൻ പാടുള്ളതല്ല എന്നാണ് ആപദ്ധർമ്മത്തെ അറിയുന്നവർ കൂടി പറയുന്നത്. വേദവ്യാസ മഹർഷിയുടെ പ്രധാന ശിഷ്യരിൽ വൈശമ്പായനൻ. അദ്ദേഹം 4 വേദങ്ങളുടെയും സാരാംശമടങ്ങിയ മഹാഭാരതത്തെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പുത്രനായ ജനമേജയൻ എന്ന രാജർഷിയുടെ സർപ്പസത്രത്തിൽ വിവരിക്കുന്നുണ്ട്. ഇടയ്ക്ക് രാജർഷിയുടെ നിരവധി സംശയങ്ങൾക്കും അദ്ദേഹം നിവൃത്തി വരുത്തിയിരുന്നു. അങ്ങനെയാണ് ദേവന്മാരുടെ അംശാവതാരണത്തെക്കുറിച്ചുള്ള ചോദ്യം രാജർഷി ഉന്നയിച്ചത്. മഹർഷി, അസംഖ്യം വീരപുരുഷന്മാരും ശ്രേഷ്ഠമായ സ്ഥാനവുമുള്ള നിരവധി നാരീജനങ്ങളും മഹാഭാരതത്തെ അലങ്കരിക്കുന്നുണ്ട്. എന്നാൽ ഇവരിൽ പലരും ദേവഗണങ്ങളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അത്ര തന്നെ മഹാത്മ്യമുള്ളവരോ ആയിരുന്നുവല്ലോ. ആ അംശാവതരണ കഥയെ ദയവായി അങ്ങ് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും. അത് കേട്ട് വൈശമ്പായനൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം അറിവാൻ ദേവന്മാർക്ക് കൂടി സാധിച്ചിട്ടില്ല എങ്കിലും ഞാൻ പറയാം, മനസ്സിരുത്തി ശ്രദ്ധയോടുകൂടി കേൾക്കുക. അക്കാലത്ത് ദേവന്മാരാൽ പരാജിതന്മാരായ അസുരന്മാർ മറ്റു ഗതിയില്ലാതെ ഭൂമിയിൽ പലയിടങ്ങളിലായി വന്നു ജനിച്ചു. മനുഷ്യരായി വന്ന അസുരന്മാർ പല വിധത്തിലും ജനങ്ങളെ ദ്രോഹിക്കുവാൻ തുടങ്ങി. പല വിധത്തിലും ഭൂമിയിൽ വന്നു ജനിച്ച ദുഷ്ടജനങ്ങളുടെ ഭാരം സഹിക്കവയ്യാതായപ്പോൾ ദുഃഖാക്രാന്തയായ ഭൂമി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ഭൂമിദേവിയെ സമാധാനിപ്പിച്ചയച്ചതിനു ശേഷം ബ്രഹ്മാവ് ദേവന്മാരോട് ഭൂഭാരം തീർക്കുന്നതിനായി ഭൂമിയിൽ പോയി സ്വന്തം അംശങ്ങളെ കൊണ്ട് ജനിക്കുവാൻ പറഞ്ഞു. സ്വർഗത്തിൽ വെച്ച് അസുരന്മാരെ നശിപ്പിച്ചതുപോലെ ഭൂമിയിൽ ചെന്നു ജനിച്ചിട്ടുള്ള അസുരന്മാരെയും നശിപ്പിക്കുവാൻ ബ്രഹ്മാവ് അവരോട് ആദേശിച്ചു. ദേവന്മാരും പിതാമഹന്റെ ആദേശമനുസരിച്ച് അങ്ങനെ ചെയ്യുവാൻ തീർച്ചപ്പെടുത്തി. ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുവാൻ പോകുന്ന ദേവന്മാരെല്ലാം വൈകുണ്ഠത്തിൽ അസുരാരിയും സർവദേവത പൂജിതനും ദേവതനുമായ ശ്രീനാരായണമൂർത്തിയുടെ അടുക്കൽ ചെന്നപേക്ഷിച്ചു. പ്രജാപതിയുടെ നിർദ്ദേശമനുസരിച്ച് ഭൂഭാരം തീർക്കുവാനായി ഞങ്ങളെല്ലാം ഭൂമിയിൽ അംശം കൊണ്ട് ജനിക്കുവാൻ പോകുകയാണ്. അങ്ങും കൂടി ദുഷ്ടനിഗ്രഹത്തിനായി ഞങ്ങളുടെ നാഥനായി ഭൂമിയിൽ അംശാവതാരമെടുക്കണമേ. ഭക്തവത്സലനും കരുണാവാരിധിയുമായ ഭഗവാനും അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ചു. ഭഗവാൻ ശ്രീനാരായണന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രനും ദേവന്മാരും തങ്ങളുടെ അംശങ്ങളെ കൊണ്ട് ഭൂമിയിൽ വന്നു ജനിക്കുവാൻ തീർച്ചപ്പെടുത്തിയിട്ടാണ് വൈകുണ്ഠത്തിൽ നിന്നു മടങ്ങിയത്. ഭഗവാന്റെ ഇച്ഛയാൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി 6 മഹർഷിമാരാണ് ആദ്യമായുണ്ടായത്. മരീചി, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു. ഇവരിൽ മരീചിയുടെ പുത്രനാണ് കശ്യപൻ. അദ്ദേഹം ദക്ഷപുത്രിമാരായ 13 പേരെ വിവാഹം ചെയ്തു. അദിതി, ദിതി, ധനു, കാല, ധനായുസ്, സിംഹിക, മുനി, ക്രോധ, പ്രാധ, അരിഷ്ട, വിനത, കപില, കദ്രു ഇവരാണ് 13 പേർ. അവരിൽ നിന്നാണ് ഈ പ്രജകളെല്ലാം ഉണ്ടായത്. ഇവരുടെ പുത്രപൗത്ര പരമ്പര 3 ലോകങ്ങളിലും നിറഞ്ഞിരിക്കുന്നു. 13 പത്നിമാരിൽ അതിഥിയുടെ പുത്രന്മാരായി 12 ആദിത്യന്മാരുണ്ടായി. അവർ മിത്ര, രവി, സൂര്യ, ഭാനു, ഖഗ, ഭൂഷ, ഹിരണ്യഗർഭ, മരീചി, ആദിത്യ, സവിത്ര, അർക്ക, ഭാസ്കര എന്നിവരായിരുന്നു. ദിതിക്കു
ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചു. അതിൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രപരമ്പരയാണ് പ്രഹ്ലാദനൻ, വിരോചനൻ, ബലി, ബാണൻ മുതലായവർ. അസുരകുലം വളർന്നു വന്നത് ഇവരിൽ കൂടിയാണ്. ധനുവിനു 40 പുത്രന്മാരുണ്ടായി. അവരിൽ ജ്യേഷ്ഠനാണ് വിപ്രചിത്തി. അവരിൽ നിന്നാണ് ദാനവകുലം വർദ്ധിച്ചു വന്നത്. സിംഹികയുടെ പുത്രന്മാരാണ് സൂര്യചന്ദ്രന്മാരുടെ ശത്രുവായ രാഹുവും സുചന്ദ്രനും. കാലയുടെ പുത്രന്മാർ പ്രസിദ്ധന്മാരായ കാലകേയന്മാർ. ക്രോധയ്ക്കും ധനായുസ്സിനും അനേകം പുത്രന്മാരുണ്ടായി. അവരെല്ലാം ക്രൂര സ്വഭാവികളും പരമദുഷ്ടന്മാരുമായിരുന്നു. വിനതയുടെ പുത്രന്മാരാണ് അരുണനും ഗരുഡനും. അവർക്കു പുറമെ താർക്ഷ്യൻ, അരിഷ്ടനേമി, ആരുണി, വാരുണി എന്നീ 4 പുത്രന്മാർ കൂടി വിനതയ്ക്കുണ്ടായിരുന്നു. അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ശംഖപാലൻ, പത്മൻ, മഹാപത്മൻ, ഗുളികൻ എന്നിങ്ങനെയുള്ള സർപ്പനാഗവംശം കദ്രുവിൽ നിന്നാണ് ഉണ്ടായത്. മുനിയുടെ മക്കളായി ഭീമസേനൻ, ഉഗ്രസേനൻ, സുവർണൻ മുതലായ 16 ദേവഗന്ധർവന്മാരാണ് ആദ്യമായി ഉണ്ടായത്. പ്രാഥയ്ക്ക് 7 പുത്രിമാരും 10 പുത്രന്മാരുമുണ്ടായി. അവരിൽ നിന്ന് അപ്സരസ്സുകളുടെയും ദേവഗന്ധർവന്മാരുടെയും വംശങ്ങൾ വളരെയധികം വർദ്ധിച്ചു. ഇങ്ങനെയാണ് ബ്രഹ്മപുത്രനായ മരീചിയുടെ പുത്രനായ കശ്യപനിൽ നിന്നു പുത്രപൗത്ര പരമ്പരയ 3 ലോകങ്ങളിലും ഭൂതസൃഷ്ടി വ്യാപിച്ചു വന്നത്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി 6 പേരെയാണല്ലോ പറഞ്ഞത്. അവരിൽ അങ്കിരസിൻ്റെ മക്കളാണ് ബൃഹസ്പതി, ഉദധ്യൻ, സംവർത്തൻ എന്നിവർ. അത്രിക്ക് വേദജ്ഞന്മാരും ശാന്തരും സിദ്ധരുമായ അനേകം മഹർഷിമാർ പുത്രന്മാരായി ഉണ്ടായി. രാക്ഷസന്മാരും വാനരന്മാരും കിന്നരന്മാരും യക്ഷന്മാരുമെല്ലാം പുലസ്ത്യൻ്റെ പുത്രന്മാരാണ്. പുലഹന്റെ മക്കളാണ് ശലഭങ്ങൾ, സിംഹങ്ങൾ, വ്യാഘ്രങ്ങൾ, യക്ഷന്മാർ മുതലായവർ. ക്രതുവിൻ്റെ മക്കൾ സത്യവ്രതപരായണരും യശസ്വികളും വിശ്രുതന്മാരുമായിരുന്നു. ഇവർക്കു പുറമെ ബ്രഹ്മാവിന് 7ാമത്തെ പുത്രനായി സ്ഥാണുദേവൻ എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് മൃഗവ്യാധൻ, ശർവൻ മുതലായ 11 രുദ്രന്മാർ. ബ്രഹ്മാവിൻ്റെ വലത്തെ കാലിൻ്റെ പെരുവിരലിൽ നിന്നാണ് ദക്ഷൻ ജനിച്ചത്. ഇടത്തെ കാലിൻ്റെ പെരുവിരലിൽ നിന്ന് പ്രസൂതി എന്ന കന്യകയും ജനിച്ചു. അവളെ ദക്ഷൻ വിവാഹം ചെയ്തു. അവർക്ക് 50 പെൺകുട്ടികളാണ് ഉണ്ടായത്. അവർക്ക് വിവാഹപ്രായമായപ്പോൾ 10 പേരെ ധർമ്മരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. കീർത്തി, ലക്ഷ്മി, ധൃതി, മേധ, പുഷ്ടി, ശ്രദ്ധ, ക്രിയ, ബുദ്ധി, ലജ്ജ, മതി എന്നിവരാണ് ധർമ്മദേവന്റെ പത്നിമാരായ ദക്ഷപുത്രിമാർ. ധർമ്മത്തെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 10 ശക്തികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 27 പേരെ ചന്ദ്രനാണ് വിവാഹം ചെയ്തത്. കാലത്തെ നയിക്കുന്ന ഈ ചന്ദ്രപത്നിമാരാണ് അശ്വതി മുതലായ 27 നക്ഷത്രങ്ങളുടെ രൂപത്തിൽ പ്രകാശിക്കുന്നത്. ബാക്കി 13 പേരെ കശ്യപൻ വിവാഹം ചെയ്തുവല്ലോ. ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതിയുടെ വസു എന്ന പുത്രിയിൽ ധർമ്മദേവനു ജനിച്ച ഉപരിചരന്മാരായ 8 ദേവതകളെ അഷ്ടവസുക്കൾ എന്ന് പറയുന്നു. ധരൻ, ധ്രുവൻ, സോമൻ, അഹസ്, അനിലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നിവരാണ് അവർ. അവർക്കും അനേകം സന്തതി പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്. ദേവന്മാരും അസുരന്മാരും തങ്ങളുടെ അംശങ്ങളെ കൊണ്ട് മനുഷ്യ സമുദായത്തിൽ വന്നു ജനിച്ചതിനെപ്പറ്റി വൈശമ്പായനൻ ഇങ്ങനെ വിസ്തരിച്ചു പറയുകയാണ്. വിപ്രചിത്തി, ഹിരണ്യകശിപു, സംഹ്രാതൻ, അനുഹ്രാതൻ, ബാഷ്ഫലൻ, കാലനേമി മുതലായ ദാനവർ തന്നെയാണ് ജരാസന്ധൻ, ശിശുപാലൻ, ശല്യൻ, ധൃഷ്ടകേതു, ഭഗദത്തൻ, കംസൻ മുതലായവരുടെ രൂപത്തിൽ ജനിച്ചത്. ഇങ്ങനെ അനേകം അസുരന്മാർ പല ദേശങ്ങളിലും വന്നു ജനിച്ചു. ബൃഹസ്പതിയുടെ അംശമായി ദ്രോണർ ജനിച്ചു. ഗന്ധർവാധിപതിയായ വൈശ്രവണൻ ദേവകിയുടെ പിതാവായ ദേവകനായി. അഷ്ടവസുക്കളിലെ ദ്യോവ് ഭീഷ്മരായി ജനിച്ചു.
ഹംസൻ എന്നു പ്രസിദ്ധനായ ഗന്ധർവ നേതാവാണ് ധൃതരാഷ്ട്രരായി വന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രനും ദുർബുദ്ധിയുമായ ദുര്യോധനൻ സാക്ഷാൽ കലിയുടെ അംശാവതാരമാണ്. പുലസ്ത്യൻ്റെ പുത്രന്മാർ ഭൂമിയിൽ വന്നു പിറന്നതാണ് ദുര്യോധനൻ്റെ 99 അനുജന്മാർ. ദുശാസനൻ, ദുസ്സഹൻ, ദുശ്ശളൻ, ദുർമുഖൻ മുതലായവരാണ് അവർ. ധൃതരാഷ്ട്രർക്ക് ഒരു വൈശ്യസ്ത്രീയിൽ പിറന്നവനാണ് യുയുത്സു. ഇവരെല്ലാവരും തന്നെ ശാസ്ത്ര പണ്ഡിതന്മാരും യുദ്ധവിദഗ്ധന്മാരുമായിരുന്നു. ധൃതരാഷ്ട്രരുടെ അനുജനായ പാണ്ഡുവിന് കുന്തി എന്നും മാദ്രി എന്നും പേരായ 2 ഭാര്യമാരിൽ 5 പുത്രന്മാരുണ്ടായി. അവരിൽ ധർമ്മനിഷ്ഠനായ യുധിഷ്ഠിരൻ ധർമ്മദേവന്റെ അംശജാതനാണ്. ഭീമസേനൻ വായുവിൻ്റെ അംശത്തിൽ നിന്നും അർജുനൻ ദേവേന്ദ്രന്റെ അംശത്തിൽ നിന്നും ജനിച്ചു. അശ്വിനി ദേവന്മാരുടെ അംശമാണ് നകുലനും സഹദേവനും. ചന്ദ്രന്റെ പുത്രനായ വർച്ചിസ് എന്ന ദേവനാണ് അർജുനപുത്രനായ അഭിമന്യുവായി ജനിച്ചത്. അഗ്നിദേവനാണ് ധൃഷ്ടദ്യുമ്നനായത്. പ്രതിവിന്ധ്യൻ, സുതസോമൻ, ശ്രുതകീർത്തി, ശതാനീകൻ, ശ്രുതസേനൻ എന്ന 5 പാഞ്ചാലി പുത്രന്മാർ വിശ്വദേവ ഗണാംശ സംജാതരാണ്. സൂര്യദേവന്റെ അംശാവതാരമായി ജനിച്ചത് സുഷേണൻ എന്ന കർണനായിരുന്നു. സാക്ഷാൽ ദേവദേവനായ നാരായണൻ തന്നെ വാസുദേവനായി അവതരിച്ചു. അനന്തന്റെ അംശം ബലഭദ്രനായും ജനിച്ചു. പ്രദ്യുമ്നൻ സനത്കുമാരന്റെ അംശമായും കാമദേവന്റെ അംശമായും പറയപ്പെടുന്നുണ്ട്. വസുദേവരുടെ കുലത്തിൽ അനേകം ദേവന്മാർ മനുഷ്യരായി വന്നു. അപ്സരസുകൾ 16,000 സ്ത്രീകളായി ജനിച്ചു വാസുദേവന്റെ പത്നിമാരായി തീർന്നു. സാക്ഷാൽ ശ്രീദേവി തന്നെ ഭീഷ്മകന്റെ ഗൃഹത്തിൽ രുക്മിണിയായി ജനിച്ചു. വാസുദേവനെ പത്നിയായി സ്വീകരിച്ചു. ശചീദേവി പാഞ്ചാലിയായി ജനിച്ച് പാണ്ഡവ പത്നിയായി തീർന്നു. സിദ്ധിയും ധൃതിയുമാണ് കുന്തിയും മാദ്രിയുമായി ജനിച്ച് പാണ്ഡവ മാതാക്കളായി തീർന്നത്. മതി ഗാന്ധാരിയായും ജനിച്ചു. ധർമ്മദേവന്റെ മറ്റൊരു അംശാവതാരമായിരുന്നു വിതുരർ. ഇങ്ങനെ അസുരന്മാരും ദേവന്മാരും അപ്സരസുകളും ഗന്ധർവന്മാരുമെല്ലാം മനുഷ്യരൂപത്തിൽ വന്നു ജനിച്ച് ഭൂമിയെ ജനനിബിഡമാക്കി തീർത്തു. ഈ അംശാവതാരണ കഥ എന്ന് മഹാഭാരതം കൂടി പറയുന്നു. മഹാഭാരതത്തിലെ ഈ അംശാവതാരങ്ങളെക്കുറിച്ച് വൈശമ്പായന മഹർഷി ഇത്രയും ആഖ്യാനം ചെയ്തതിനു ശേഷം രാജർഷിയെ അനുഗ്രഹിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ.